മമ്മൂട്ടി ചിത്രമായ ബസൂക്കയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും തന്റെ സീൻ വന്നപ്പോൾ എല്ലാവരും കൈയടിച്ചെന്നും ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി പറയുന്നു. ഇടയ്ക്ക് വെച്ച് സിനിമയിൽ നിന്ന് പിൻവാങ്ങിയെന്നും ഒരു പ്രതിഫലം പോലും മേടിച്ചിട്ടുമില്ലെന്ന് സന്തോഷ് വർക്കി പറയുന്നു. ബാഡ് ബോയ്സിന് ശേഷം ഞാൻ അഭിനയിക്കുന്ന ചിത്രമാണ് ബസൂക്ക. എന്നെ മാറ്റി അവസാനം പെരേരെ കൊണ്ടുവരുമോ എന്ന സംശയമുണ്ടായിരുന്നു. ഈ സീൻ ഉണ്ടാകില്ലെന്നാണ് വിചാരിച്ചത്. കാരണം ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങിയിരുന്നു. ഞാൻ ചെയ്തതും മണ്ടത്തരമാണ്. എനിക്ക് ഡ്രസ് മാറാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ് പിൻവാങ്ങിപ്പോയത്. പക്ഷേ വലിയ സന്തോഷമുണ്ടായി. നല്ലൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. ഞാൻ പൈസ വാങ്ങിയിട്ടില്ല. എൻ്റെ സീൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയുമില്ല. ഗൗതം വാസുദേവ് സിദ്ധാർത്ഥ് ഭരതനൊപ്പം അഭിനയിക്കാൻ പറ്റിയത്. തിയേറ്ററിൽ എൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തന്നെ ചിരി വന്ന് എന്തുകൊണ്ടാണ് ആളുകൾ ചിരിക്കുന്നതെന്ന് മനസ്സിലായി. അഭിനയത്തിലേക്ക് സജീവമാകണമെന്നില്ല. ഇതെൻ്റെ പോപ്പുലാരിറ്റി കൊണ്ട് അഭിനയിച്ചതാണ്. ഒരു പ്രതിഫലം പോലും സിനിമയിൽ മേടിച്ചിട്ടില്ല. പ്രൊഡക്ഷൻ കൺട്രോൾ വഴിയാണ് എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നത്. നല്ലൊരു ടീമാണ് ബസൂക്കയുടേത്, ആറാട്ടെണ്ണം പറയുന്നു. അതേസമയം മമ്മൂക്കയുടെ സ്റ്റൈലിഷ് കഥാപാത്രവും ഡിനു ഡെന്നീസിന്റെ പുതുമയാർന്ന മേക്കിങ്ങും കൊണ്ട് ബസൂക്ക കയ്യടി നേടുന്നുണ്ട്. മമ്മൂക്കയുടെ വൺമാൻ ഷോ തന്നെയാണ് സിനിമയിൽ കാണാനാകുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്ന മെഗാസ്റ്റാർ ടൈറ്റിൽ കാർഡ് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഏറെ വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു മമ്മൂട്ടി ചിത്രത്തിൽ മെഗാസ്റ്റാർ എന്ന ടൈറ്റിൽ കാർഡ് വരുന്നത്.